ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള സമരം അന്ന് ജമാഅത്തെ ഇസ്ലാമി നടത്തിയില്ല. അപ്പോൾ എന്തിനാ പിന്നെ ഇത് പറഞ്ഞത്? എന്തായിരുന്നു പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചിന്തിക്കുക. അപ്പോൾ വോട്ട് ചെയ്തു. വോട്ട് ചെയ്യാത്ത ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തു. എന്താ പറഞ്ഞത്? തൗഹീദിന് വിരുദ്ധം, അനനുവദനീയം വോട്ട് ചെയ്യുന്നതിനെ പറ്റി. ലാ ഇലാഹ ഇല്ലല്ലയുടെ താല്പര്യം അല്ലേ? എന്നാൽ 77 വോട്ട് ചെയ്തു. ആർക്കാ വോട്ടിങ്? മെമ്പർമാർക്ക് പാടില്ല, അനുയായികൾക്ക്. കഷ്ടം. ഇബാദത്ത് ചെയ്യുന്ന കോലാപ്പത്. വോട്ട് ഇബാദത്താണ് അല്ലേ? വോട്ട് ഇബാദത്താണ്. ഏകാധിപത്യം ഏകാധിപത്യത്തെ എതിർക്കൽ ഇബാദത്താണ്, തൗഹീദാണ്. എന്നിട്ടോ മെമ്പർമാർ പാടില്ല. മെമ്പർമാർക്ക് ഏകാധിപത്യത്തെ എതിർക്കാൻ പാടില്ല. എന്നിട്ടോ അനുയായികൾ ചെയ്യണം, അനുഭാവികൾ ചെയ്യണം, സഹകാരികൾ ചെയ്യണം, മുത്തഫിക്കുകൾ ചെയ്യണം, മുആവിനുകൾ ചെയ്യണം. ഉസ്താദ് അബൂബക്കർ മൗലവിയോട്, കടന്നമണ്ണ അബൂബക്കർ മൗലവിയോട് ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം ഉസ്താദേ, ഇതെങ്ങനെ ഹലാലായി വോട്ടിങ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, അന്യസ്ത്രീയെ തൊടൽ ഹറാമാണ്, എന്നാൽ ഒരു അന്യസ്ത്രീ കിണറ്റിൽ വീണാൽ തൊടലോ നിർബന്ധമാണ്. അപ്പം ഞാൻ ചോദിച്ചു, മെമ്പർമാർ തൊടണ്ടേ? അനുയായികൾക്ക് മാത്രമാണോ തൊടാനുള്ളത്? പിച്ചി. ഞാൻ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് കൂടുതൽ നമുക്ക് ചോദിക്കാൻ അറിയില്ല. ചിന്തിക്കുക, എന്താ പ്രശ്നം? ഇത് ഇബാദത്താണ്, ഇത് തൗഹീദാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് ആരാ? ഇസ്ലാമിലെ ഏതൊരു ജിഹാദ് വരുമ്പോഴും സമരം വരുമ്പോഴും അതിന് മുൻപന്തിയിൽ നബിയാണ് ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ഞാൻ എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കുമായിരുന്നു. പക്ഷേ എന്തുണ്ട്? നബിക്ക് അള്ളാഹു ഏൽപ്പിച്ച മറ്റു ഡ്യൂട്ടികളുണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. 177 പോരാട്ടങ്ങളാണ് റസൂലിന്റെ കാലത്ത് നടന്നത്. 27 യുദ്ധങ്ങളിൽ മാത്രമേ റസൂൽ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ മെമ്പർമാർ പാടില്ല, അനുഭാവികൾ, അനുയായികൾ. 77 മുതൽ 84 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജമാഅത്ത് പിന്നെ വോട്ട് ചെയ്തില്ല. എന്താ പ്രശ്നം? ആ തൗഹീദോടെ പോയി, ആ ഇബാദത്തോടെ പോയി. അപ്പോൾ 77 ഉപയോഗിച്ച തൗഹീദ്, 77 ഉപയോഗിച്ച ഇബാദത്ത് എന്തേ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല? ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യം സംബന്ധിച്ച പുസ്തകങ്ങളിലെല്ലാം പറഞ്ഞത്, ജനാധിപത്യവും ഇസ്ലാമും തമ്മിൽ യോജിക്കുന്ന ഒരു പോയിന്റുമില്ല. അതിനെപ്പറ്റി പുതിയ പ്രസംഗകന്മാർ, പുത്തൻ കൂറ്റുകാർ പറയാറുള്ളത് അത് ബ്രിട്ടീഷ് ജനാധിപത്യത്തെ പറ്റിയാണെന്നാണ്. അല്ല, ജമാഅത്തിന്റെ മുഴുവൻ പുസ്തകങ്ങളിലും പരിശോധിക്കാവുന്നതാണ്. ആധുനിക ജനാധിപത്യവും ഇസ്ലാമുമായി യോജിക്കുന്ന ഒരു പോയിന്റുമില്ല എന്നാണ്. ആധുനിക ജനാധിപത്യത്തെ പറ്റിയാണ്. അത് അധികാരം വാഴുന്നിടത്ത് ഇസ്ലാം ജലരേഖ മാത്രമായിരിക്കുമെന്നാണ്. അതും ഇതും രണ്ടാണ്. അത് ഇതിനെതിരെ സമരത്തിലാണ്. ഇങ്ങനെ ജമാഅത്തിന്റെ ആ സരളമായ ഒഴുക്കൻ ഭാഷയിലെ വാചകങ്ങൾ ഞാൻ നീട്ടി പറയേണ്ടതില്ല. അപ്പോൾ 77 മുതൽ 84 വരെ വോട്ട് ചെയ്തില്ല. കാരണമെന്താ? വോട്ട് ചെയ്യാതിരിക്കാൻ കാരണമെന്താണ്? തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. പിന്നെയോ ചിന്തിക്കേണ്ട വശം ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയോ പങ്കെടുക്കുകയോ മത്സരിക്കുകയോ എന്ത് ചെയ്യണമെങ്കിലും എന്ത് വേണം? ഭരണം ഇസ്ലാമികമായിരിക്കും എന്ന് ഉറപ്പുണ്ടാകണം. ഇസ്ലാമിക ഭരണത്തിന് സഹായിക്കുമെന്ന് ഉറപ്പുണ്ടാകണം. മൊറാർജി ദേശായിയെ കുടിയിരുത്തിയപ്പോൾ, അഖിലേന്ത്യാ ലീഗിനെ കുടിയിരുത്തിയപ്പോൾ, CPM-നെ കുടിയിരുത്തിയപ്പോൾ, CPI-യെ കുടിയിരുത്തിയപ്പോൾ, RSSന്റെ പഴയകാല നേതാക്കന്മാരെ കുടിയിരുത്തിയപ്പോൾ ഇസ്ലാമിക ഭരണത്തിന്റെ ഉറപ്പെവിടെ? അതിനീ മുസ്ലിം ലീഗായി എന്ന് വിചാരിക്കുക, കോൺഗ്രസ്സായി വിചാരിക്കുക, അല്ലെങ്കിൽ ഏത് പാർട്ടിയാണെന്ന് വിചാരിക്കുക, ഇസ്ലാമിക ഭരണത്തിന്റെ ഉറപ്പെവിടെ? എവിടെ? 84 വരെ വോട്ട് ചെയ്തില്ല. 85 രാജീവ് ഗാന്ധി കൂറുമാറ്റ നിരോധന നിയമം നടപ്പാക്കി. കൂറുമാറാൻ പറ്റില്ല, അഥവാ മൂല്യബോധം പ്രകടിപ്പിക്കാൻ പറ്റില്ല. പാർട്ടി എന്താ പറയുന്നത് ആ പാർട്ടി പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കണം. പാർട്ടി പറഞ്ഞതനുസരിച്ച് പാർലമെന്റിലും നിയമസഭയിലും ആര് വോട്ട് ചെയ്യണം? MP-യും MLA-യും വോട്ട് ചെയ്യണം. 47 മുതൽ 84 വരെ മൂല്യബോധമുള്ളവരെ കൊണ്ട് ഉപകാരമുണ്ടായിരുന്നു. പാർട്ടി പറയുന്ന ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യത്തിന് എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യാൻ MLA-ക്കും MP-ക്കും 84 വരെ അധികാരമുണ്ടായിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. മതത്തിനെതിരായോ സ്വന്തം ആഗ്രഹത്തിനെതിരായോ സത്യത്തിനെതിരായോ കോൺഗ്രസോ ലീഗോ ദളോ ആരെങ്കിലും ഒരു ബില്ല് അവതരിപ്പിച്ചാൽ അവരുടെ ഒരു MP-ക്കും MLA-ക്കും അതിനെ എതിർക്കാൻ അവകാശമുണ്ടായിരുന്നു.
ചുരുക്കി പറഞ്ഞാൽ 47 മുതൽ 84 വരെയുള്ള കാലഘട്ടങ്ങളിൽ മൂല്യബോധമുള്ളവർക്ക് വോട്ട് ചെയ്തതുകൊണ്ട് ഉപകാരമുണ്ടാകുമായിരുന്നോ? ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തില്ല. പ്രബോധനത്തിൽ ചോദ്യം വന്നു. അതിൻ്റെ മറുപടി പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണെങ്കിലും യഥാർത്ഥത്തിൽ പാർട്ടികളും പ്രസ്ഥാനങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വ്യക്തികൾക്ക് വോട്ട് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുക എന്ന് തന്നെയാണ്. ഒരു മുസ്ലിമിന് അത് തീരെ സാധ്യമല്ല. വോട്ട് ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല. ഒരാൾ മുസ്ലിമാകുന്ന സ്ഥിതിയിൽ വോട്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് ഈ പംക്തിയിൽ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാണ് പ്രബോധനത്തിൽ 1980 ഡിസംബറിൽ പറഞ്ഞത്. 85 അതാ കൂറുമാറ്റ നിരോധന നിയമം വരുന്നു. അപ്പോൾ മുതൽ ഇന്ന് വരെ മൂല്യബോധമുള്ള വ്യക്തികൾക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എന്താ കാരണം? ആരിഫ് മുഹമ്മദ് ഖാൻ മുസ്ലിയാർ, TK ഹംസ മൗലവിയുടെയും CP കുഞ്ഞുവിൻ്റെയും EMS മുസ്ലിയാരുടെയും ഒക്കെ കൂടെ ഇവിടെ നടന്ന് ശരീഅത്തിനെ എതിർത്ത് പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞു അദ്ദേഹം ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറി. അവിടെ മുസ്ലിം വനിതാ സംരക്ഷണ ബില്ല് അവതരിപ്പിക്കുകയാണ് രാജീവ് ഗാന്ധി. എല്ലാ MP-മാരും വോട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞു. പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് അതുവരെ ഛർദിച്ച ശരീഅത്ത് വിരോധ പ്രസംഗം മുഴുവൻ തിരിച്ച് അകത്താക്കിക്കൊണ്ട് കൂറുമാറ്റ നിരോധന നിയമം പാലിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മൂല്യബോധം അദ്ദേഹം മാറ്റിവെച്ചു. ശരീഅത്ത് വിരോധിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ശരീഅത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. കാരണം കൂറുമാറ്റ നിരോധന നിയമം പാർട്ടി വിപ്പിനെതിരായി പാർലമെന്റിലോ നിയമസഭയിലോ വോട്ട് ചെയ്താൽ അയാളെ MP സ്ഥാനം MLA സ്ഥാനം നഷ്ടപ്പെടും. ആ സമയം വന്നപ്പോഴാണ് 85 ജമാഅത്തെ ഇസ്ലാമി വിഡ്ഢിത്തം പറഞ്ഞത്. എന്ത്? മൂല്യബോധമുള്ളവർക്ക് വോട്ട് ചെയ്യുക. മൂല്യബോധമുള്ളവർക്ക് വോട്ട് ചെയ്യുക. എന്താ മൂല്യബോധം? പാർട്ടി എന്ത് പറഞ്ഞാലും ശരി, അവനവൻ്റെ മൂല്യമനുസരിച്ച്, അവനവൻ്റെ ആശയമനുസരിച്ച് പാർലമെന്റിലും നിയമസഭയിലും ബില്ലിനെ എതിർക്കാനും അനുകൂലിക്കാനും അവകാശമുണ്ടാവുക. അതിനുള്ള പറ്റിയ ആളുകൾക്ക് വോട്ട് ചെയ്യണം. അത് കാര്യമല്ല. 85 മുതൽ കാര്യമേ ഇല്ല മൂല്യബോധമുള്ളവർക്ക് വോട്ട് ചെയ്തിട്ട്. കാരണം മൂല്യബോധം നടപ്പാക്കാൻ പറ്റില്ല. നോക്കണം, 85 മുതൽ 91 വരെ, അങ്ങനെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ പരിചയമുണ്ടാവും ജമാഅത്തെ ഇസ്ലാമിയെ. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയം, മുഹമ്മദ് റസൂലുള്ളാഹി വിഷയം. ഇബാദത്താ വോട്ട് ചെയ്യൽ, അല്ലേ? വോട്ട് ചെയ്യൽ ഇബാദത്താ. വോട്ട് ചെയ്യാതിരിക്കലോ? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യൽ ഇബാദത്ത്. ജമാഅത്ത് പറയാത്ത സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യലോ? ജമാഅത്ത് പറഞ്ഞതിനെതിരായി മറ്റുള്ളവർ വോട്ട് ചെയ്താലോ അതെന്താ ആകുക? നിങ്ങൾ അന്വേഷിച്ച് നോക്കി, ആലോചിച്ച് നോക്കി. എന്നിട്ടോ എന്താ മൂല്യബോധം? അരീക്കോട് 2ാം ഡിവിഷനിൽ മത്സരിച്ച 2 വ്യക്തികൾ. ഒന്ന് മർഹൂം NV ഇബ്രാഹിം സാഹിബ്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അതുപോലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ്. 5 നേരം നമസ്കരിക്കുന്ന, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ചിട്ടകളും ചട്ടങ്ങളുമൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ആൾ. അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും ഒരു മതപരമായ എതിരഭിപ്രായം കേട്ടതായി കേട്ടിട്ടില്ല. ജനതാദളിൻ്റെ മലപ്പുറം ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP മുഹമ്മദ് സാഹിബ് എന്നോട് പറഞ്ഞത് ഞാൻ ഉദ്ധരിക്കുകയാണ്. എന്ത്? 5 നേരം നമസ്കരിക്കുന്ന ഇബ്രാഹിം സാഹിബും എപ്പോഴെങ്കിലും നമസ്കരിക്കുന്ന ഞാനും അരീക്കോട് 2ാം ഡിവിഷനിൽ മത്സരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എനിക്ക് മൂല്യബോധം നൽകി, എനിക്ക് വോട്ട് നൽകി. ജമാഅത്തുകാരുടെ മൂല്യബോധത്തിൻ്റെ മാനദണ്ഡം എന്താണ്? ആ മൂല്യോമീറ്ററിൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്? 5 മാസം കഴിഞ്ഞിട്ട് മഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ എപ്പോഴെങ്കിലും നമസ്കരിക്കുന്ന ഞാനും എപ്പോഴെങ്കിലും നമസ്കരിക്കുന്ന വേറൊരാളും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വോട്ട് അയാൾക്ക് കൊടുത്തു. ഞാനും അയാളും തമ്മിൽ എന്താ വ്യത്യാസം? മൂല്യത്തിൽ, പണത്തിൽ വ്യത്യാസമുണ്ട്. പണമാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ മൂല്യം? ഇതാണ് അദ്ദേഹം ചോദിച്ചത്. എറണാകുളത്ത് മട്ടാഞ്ചേരിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജമാഅത്തെ ഇസ്ലാമി മൂല്യബോധം നിശ്ചയിച്ചു. അവനവൻ്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണല്ലോ മൂല്യബോധം, അല്ലേ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടു, നിങ്ങളൊരു റിക്വസ്റ്റ് തരണം. അപ്പോൾ അയാൾ പറഞ്ഞു, മതമൗലികവാദികൾക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയില്ല. 50,000 വോട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി. 50,000 വോട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആ പാർട്ടിക്കൊരു റിക്വസ്റ്റ് എഴുതി കൊടുക്കാൻ തയ്യാറില്ലാത്ത ആ മൂല്യബോധമുള്ള മനുഷ്യന് അവർ വോട്ട് കൊടുക്കേണ്ട തീരുമാനിച്ചു. ഇതാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ മൂല്യബോധം? ജാതി മതപരിഗണനകളില്ലാതെ മൂല്യബോധമുള്ള വ്യക്തികൾക്ക് വോട്ട് കൊടുക്കുക എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ തീരുമാനിച്ചത്. ജാതി മതപരിഗണനകൾ കൂടാതെ.
എന്താ അസുഖം? മന്ത്